താരജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഗോസിപ്പുകളും വ്യാജവാർത്തകളും. എഐ പോലുള്ള സാങ്കേതികവിദ്യയുടെ കടന്നുവരവോടെ താരങ്ങളുടെ വ്യാജ വീഡിയോകളും മറ്റും നിർമ്മിച്ചുകൊണ്ടുള്ള നുണപ്രചാരങ്ങളും പതിവാണ്. തങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന പേരിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനെയും വാക്കുകൾ വളച്ചൊടിക്കുന്നതിനെയും ഒക്കെ എതിർക്കേണ്ടി വന്നുകൊണ്ട് പല താരങ്ങളും രംഗത്തെത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ തൻ്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്ന നടനും സംവിധായകനുമായ നാദിർ ഷാ. മഞ്ജു വാര്യരെക്കുറിച്ച് താൻ പറയാത്തൊരു കാര്യം വാർത്തയായി നൽകിയതിനെതിരെയാണ് നാദിർ ഷാ രംഗത്തെത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു കാര്യം താനും മഞ്ജു വാര്യരും അറിഞ്ഞിട്ടില്ലെന്നാണ് നാദിർ ഷാ പറയുന്നത്. സോഷ്യൽ മീഡിയയിലായിരുന്നു നാദിർ ഷായുടെ പ്രതികരണം. "ഇത് ഞാനും മഞ്ജു വാര്യരും അറിയാത്ത കാര്യങ്ങളാണല്ലോ മഞ്ഞപ്പത്രങ്ങളെ. എന്തായാലും റീച്ച് കിട്ടാൻ ഏത് തറവിലയും കാട്ടുന്ന നിങ്ങൾക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം" എന്നാണ് നാദിർ ഷാ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. വ്യാജ വാർത്തയും നാദിർ ഷാ പങ്കുവച്ചിട്ടുണ്ട്. "മഞ്ജു വാര്യർ ഒരുപാട് മാറിപ്പോയി. പഴയ കാര്യങ്ങളെല്ലാം മറന്നു. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ച രീതി വിഷമിപ്പിച്ചു നാദിർ ഷാ" എന്നിങ്ങനെയായിരുന്നു വാർത്ത. പിന്നാലെ നിരവധി പേരാണ് നാദിർ ഷായുടെ പ്രതികരണത്തിന് പിന്തുണയുമായി എത്തിയത്. "വേറെ പണിയൊന്നും ഇല്ലാത്തത് മാപ്പ് കൊടുത്ത് നല്ല നടപ്പിന് വിടണം പ്ലീസ്. കേരളത്തിലെ മഞ്ഞ പത്രങ്ങളെ നീല പത്രങ്ങളെ ഒരുപോലെ ആയിട്ടുണ്ട്. അവർക്ക് ഒരു ദിവസം ആരെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി ജീവിക്കണം. അത് ഉള്ളതാണോ ഇല്ലതാണോ ആണോ എന്നൊന്നും നോക്കുകയില്ല. അതിനൊരു മാന്യത കാണിക്കുക പോലും ചെയ്യില്ലാതായി. ഇതാണ് പറയുന്ന സത്യം ചെരുപ്പിട്ട് വരുമ്പോഴും നുണ ലോകം ചുറ്റി വന്നിരിക്കുകയാണെന്ന്." അടിപൊളി പത്രധർമ്മം. സെലിബ്രിറ്റിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചിറക്കി വിട്ടാലേ ബ്രോ ഇവറ്റകൾക്ക് ആഹാരം ലഭിക്കൂ എന്നിങ്ങനെ ചില കമന്റുകൾ. വാർത്തയോട് മഞ്ജു വാര്യർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പൊതുവെ വിവാദങ്ങളോട് അകലം പാലിക്കുകയാണ് തന്നെയാണ് മഞ്ജുവിന്റെ ശീലം. അതേസമയം കരിയറിൽ മിന്നും ഫോമിലാണ് മഞ്ജു ഉള്ളത്. മലയാളത്തിൽ മഞ്ജു വാര്യരുടെ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കഴിഞ്ഞ ഒരു വർഷം മഞ്ജുവിന്റെ സിനിമയെ മലയാളത്തിൽ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ തമിഴിൽ സജീവമാണ് മഞ്ജു വാര്യർ ഇപ്പോൾ. പോയ വർഷം മഞ്ജുവിന്റെ തിയേറ്ററിലെത്തിയ തമിഴ് ചിത്രങ്ങൾ വേട്ടയാനും വിടുതലൈ പാർട്സ് 2 ആണ്. എന്തായാലും മഞ്ജുവിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള നാളുകളാണ് വരാൻ പോകുന്നത്. മഞ്ജുവിന്റെ സിനിമ കാത്തിരിക്കുന്ന എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. ആദ്യ ഭാഗമായ ലൂസിഫർ നേടിയ വിജയം എമ്പുരാനും ആവർത്തിപ്പിക്കുമെന്ന് അണിയറപ്രവർത്തകരുടെ പ്രതീക്ഷ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കുന്ന സിനിമയാണ്. വലിയൊരു താരനിര തന്നെ ഈ സിനിമയ്ക്കുണ്ട്.